അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബില്ലാഹ് അമ്മാ ബഅദ്. ഇനി ജബ്ബാർ പറയുന്ന ഒരു സംഗതി, ഇവിടെ ഖുറൈശികളിലെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർക്കുന്നു, ഇങ്ങനെയുള്ള ആക്ഷേപങ്ങളും ശകാരങ്ങളും ഒക്കെ ഉന്നയിക്കുന്നു. അപ്പോൾ അള്ളാഹു പറയുന്നത് പ്രവാചകന്മാരെ എതിർക്കാൻ വേണ്ടി ഈ എതിരാളികളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ തന്നെയാണ് എന്ന് അള്ളാഹ് പറയുന്നുണ്ടെന്നാ. അങ്ങനെ അള്ളാഹു എവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഈ പ്രവാചകന്മാരെ എതിർക്കാൻ പാകത്തിൽ ഇവരെയൊക്കെ ഞാൻ സൃഷ്ടിച്ചതാണ് എന്നല്ല അള്ളാഹു പറഞ്ഞത്. അത് ജബ്ബാറിൻ്റെ കുരുട്ടുബുദ്ധിയിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു പ്രസ്താവന. അള്ളാഹു പറഞ്ഞിട്ടുള്ള എന്താണ്? അള്ളാഹു പറഞ്ഞത് മനുഷ്യൻ്റെ മുമ്പിൽ രണ്ട് വഴി തുറന്നു കൊടുക്കുന്നു, എന്നിട്ട് അവന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ഇത് സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ്. ഖലഖക്കും, അവൻ നിങ്ങളെ സൃഷ്ടിച്ചു എന്തിനു വേണ്ടി? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല കാര്യങ്ങൾ നിർവഹിക്കുന്നത് എന്ന് പരീക്ഷിക്കാനാണെന്നാ. അപ്പോൾ ഈ പരീക്ഷണം എന്ന് പറയുമ്പോൾ അതിൽ തോൽക്കാനുള്ള മാർഗമുണ്ട്, ജയിക്കാനുള്ള മാർഗമുണ്ട്. അപ്പോൾ അതിന് പരീക്ഷണം എന്ന് പറയുള്ളൂ. എല്ലാവരും ജയിക്കുക എന്നുള്ളതാണെങ്കിൽ പിന്നെ അവിടെ പരീക്ഷണം എന്ന് പറയില്ല. അതിൽ മാർക്ക് കൂടുതലുള്ളവരുണ്ടാകും, ഹൈ മാർക്ക് കിട്ടിയവരുണ്ടാവും, കുറഞ്ഞ ജയിക്കാൻ മാത്രമുള്ള മാർക്ക് കിട്ടിയവരുണ്ടാവും, പരാജയപ്പെടാൻ മാത്രം മാർക്ക് കിട്ടാതെ പോയ ആളുകളും ഉണ്ടാവും. ഈ രീതിയിലാണ് മനുഷ്യൻ്റെ പ്രകൃതി. അങ്ങനെയാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതും നേരത്തെ പറഞ്ഞ മനുഷ്യന് ഇവിടെ വെച്ച് തീരുമാനിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. മനുഷ്യനോട് അള്ളാഹു പറയുന്നത്, നിൻ്റെ മുമ്പിൽ ഇങ്ങനെ രണ്ട് വഴി ഞാൻ വെട്ടി തുറന്ന് തന്നിട്ടുണ്ട്, നിനക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാം. ഇവിടെ മനുഷ്യനിൽ ലീനമായിട്ടുള്ള മറ്റൊരു സംഗതി, ഒരു ഭാഗത്ത് മനുഷ്യന് വിധേയത്വം എന്ന് പറയുന്ന ഒരു സംഗതി ഉള്ളപ്പം തന്നെ മനുഷ്യന് ഔദ്ധത്യം, അഹങ്കാരം എന്ന് പറയുന്ന മറ്റൊരു സംഗതിയുണ്ട്. ഞാൻ എന്നുള്ള അഹംഭാവം, ഇത് മനുഷ്യനെ പലപ്പോഴും വല്ലാതെ പിടികൂടുന്നൊരു ഘടകമാണ്. ഇത് പിടികൂടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ളവരൊക്കെ, അയാൾ എത്ര ഉന്നതനായിരുന്നാലും, അയാൾ എത്ര സ്വഭാവ മഹിമ ഉള്ള ആളായാലും, എത്ര കഴിവുറ്റ ആളായിരുന്നാലും, ഈ അഹംഭാവമുള്ള മനുഷ്യൻ്റെ മുമ്പിൽ ഇവരൊക്കെ നിസ്സാരരായിരുന്നു. ഇവിടെ ഇസ്ലാമിൻ്റെ ശത്രുക്കളെ സംബന്ധിച്ച്, ജബ്ബാർ അടക്കമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അഹന്തയാണ്. ഇപ്പോൾ ജബ്ബാർ പറയുന്നുണ്ടല്ലോ, ഈ ആധുനിക യുഗത്തിൽ, ശാസ്ത്രയുഗത്തിൽ മനുഷ്യൻ ഇതൊന്നും ചിന്തിക്കാതെ അന്ധവിശ്വാസത്തിൽ അകപ്പെട്ടു പോകുന്നു. അന്ന് ഖുറൈശികൾ 6-ാം നൂറ്റാണ്ടിൽ അല്ലെ 7-ാം നൂറ്റാണ്ടിലെ ഖുറൈശികൾ ചിന്തിച്ചിരുന്നു എന്ന്, അതുകൊണ്ടാണ് അവർ ഇസ്ലാമിനെ സ്വീകരിക്കാൻ പോയിട്ടുള്ളത്. ഇവിടെ ജബ്ബാർ പറഞ്ഞത് കേട്ടാൽ ആ നൂറ്റാണ്ടിലെ, ആ കാലഘട്ടത്തിലെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ, വേറെ ആരും ചിന്തിക്കുന്നില്ല. ഇന്ന് നമ്മളെ 21-ാം നൂറ്റാണ്ടിൽ ഇന്നും, അല്ലെങ്കിൽ 21-ാം നൂറ്റാണ്ടിലെ ജബ്ബാറിനെ പോലുള്ള കുറച്ച് ആളുകളെ ചിന്തിക്കുള്ളൂ, ബാക്കിയുള്ളവരൊന്നും ചിന്തിക്കുന്നില്ല. ശാസ്ത്രയുഗത്തിൽ ജീവിക്കുന്ന ഞങ്ങൾ മാത്രമാണ് ചിന്തിക്കുന്നതെന്നാണ്. ഈ ശാസ്ത്രയുഗം എന്ന് പറയുന്നത് പോലും ആപേക്ഷികമാണ്. കാരണം നബി ഖുർആൻ അവതരിച്ചു കൊണ്ടിരുന്ന കാലത്തും ശാസ്ത്രമുണ്ട്. മനുഷ്യന് കാട്ടിലെ കിഴങ്ങും മറ്റുമൊക്കെ കുത്തിപ്പെറുക്കി ഭക്ഷിച്ചു കൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ തീ കണ്ടുപിടിക്കുകയും തീ ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങുകയും ചെയ്ത ആ കാലം മുതൽക്കേ ശാസ്ത്രം തുടങ്ങുന്നുണ്ട് എന്നുള്ളത് ഇവരൊക്കെ തന്നെ അംഗീകരിക്കുന്ന ഒരു സംഗതിയാണ്. പിന്നീട് ശാസ്ത്രത്തിൽ ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും ആ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അന്ന് ഇന്നത്തെ പോലെ വളർന്നിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അന്നത്തെ മനുഷ്യനും ചിന്തിക്കുന്നുണ്ട്, ഇന്നത്തെ മനുഷ്യനും ചിന്തിക്കുന്നുണ്ട്. ഈ ചിന്തയിൽ മനുഷ്യർക്ക് വ്യത്യസ്തമായിട്ടുള്ള വഴികളിലൂടെയാണ് അവർ പോകുന്നത്. അപ്പോൾ ജബ്ബാറിനെ പോലുള്ള ആളുകൾ തെറ്റായ വഴിയിലൂടെ പോകുന്നു, അല്ലാത്ത ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നത് ശരിയായ വഴിയിലൂടെ പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ ജബ്ബാർ പറഞ്ഞു കേട്ടാൽ മൂപ്പരെ ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാണെന്നൊക്കെ തോന്നിപ്പോവും. എന്നാലും ശാസ്ത്രവിജ്ഞാനം ഇയാൾക്ക് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് അയാളുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് അന്വേഷിക്കേണ്ട ഒരു സംഗതിയാണ്. എന്നാൽ ലോകം അംഗീകരിച്ച വലിയ വലിയ ശാസ്ത്രകാരന്മാർ
അവർ വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരും പോലും വലിയൊരു വിഭാഗം ദൈവത്തെ കണ്ടെത്തുന്നവരും ഈ പ്രപഞ്ചത്തിന് ഒരു ദൈവമുണ്ട്, ഇതിൻ്റെ പിന്നിലൊരു ശക്തി ഉണ്ടെന്ന് അംഗീകരിക്കുന്നവരുമാണ്. പക്ഷേ ജബ്ബാറിൻ്റെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ജബ്ബാറിനെ പോലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ആളുകളെ ശാസ്ത്രകാരന്മാരായിട്ട് അംഗീകരിക്കുന്നില്ല. അവരൊക്കെ അന്ധവിശ്വാസികളായിട്ടാണ് ഇവർ കാണുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഈ ശാസ്ത്രയുഗത്തിലും ഇത് അംഗീകരിക്കാൻ കഴിയാത്തവരുടെ കാര്യത്തിൽ എന്ന് പറയുന്നത്. അപ്പോൾ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ശാസ്ത്രം എന്ന് പറയുന്നത് ഭൗതിക വസ്തുക്കളെ അവയുടെ ഘടനയും മറ്റും പരിശോധിച്ചുകൊണ്ട് എന്തുകൊണ്ടത് ഇങ്ങനെ എന്ന് പരിശോധിക്കാൻ മാത്രമുള്ള ഒരു വൈജ്ഞാനിക മേഖലയാണത്. അവിടെ സംഗതികളെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നുള്ളത് ശാസ്ത്രത്തിന് സാധ്യമല്ല എന്നുള്ളത് മറ്റൊരു വസ്തുത. അപ്പോൾ ഈ വസ്തുതകളൊക്കെ ഉണ്ടായിരിക്കെയാണ് ശാസ്ത്രയുഗത്തെപ്പറ്റി ജബ്ബാർ വല്ലാതെ വാചാലനാവുന്നത്. അപ്പോൾ ശാസ്ത്രത്തെ കാണിച്ചുകൊണ്ട് ആളുകളെ മിരട്ടാൻ നിൽക്കേണ്ടതെന്നാണ് യഥാർത്ഥത്തിൽ ജബ്ബാറിനെ പോലുള്ള ആളുകളോട് നമ്മൾക്ക് പറയാനുള്ളത്. എന്നിട്ട് പിന്നീട് ഇയാൾ പറയുന്നത്, ജബ്ബാർ പറയുന്ന സംഗതി 21-ാം നൂറ്റാണ്ടിൻ്റെ സംഗതിയാണ് അയാൾ എടുത്തു വെക്കുന്നത്. പിന്നെ പറയുന്നത് വിശുദ്ധ ഖുർആൻ തുടർന്ന് പറഞ്ഞിട്ടുള്ള ഉസ്ലീഹി സഖർ, അതായത് 26-ാമത്തെ ആയത്ത്, ഉസ്ലീഹി സഖർ ഒമാ അദറാക്കമാ സഖർ, നാം അവനെ സഖറിൽ ഇട്ട് കരിക്കും. എന്നിട്ട് ജബ്ബാർ പറഞ്ഞത് ഇവിടെ വലീദിനെ പേടിപ്പിക്കാനല്ലാവുന്ന, അത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പേടിപ്പിക്കുക എന്നുള്ളതും മനുഷ്യൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. ചില സംഗതികൾ പേടിപ്പിച്ചെങ്കിലേ മനുഷ്യനത് അംഗീകരിക്കുള്ളൂ. അതുകൊണ്ട് ചിലയിടത്ത് അവനെ പേടിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ അള്ളാഹു പേടിപ്പിക്കുന്നുണ്ട് മനുഷ്യനെ. അത് അള്ളാഹ് മറച്ചു വെച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ പേടിക്കണം തന്നെയാണ് അള്ളാഹ് മനുഷ്യനോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ യാഥാർത്ഥ്യമായി അനുഭവപ്പെടാൻ പോകുന്ന ഒരു സംഗതിയെ സംബന്ധിച്ച് പോലും പേടിക്കേണ്ടതില്ല എന്ന് പറയുന്ന മനുഷ്യരെ സംബന്ധിച്ച്, അവരുടെ ബുദ്ധിയെ സംബന്ധിച്ച് സംശയിക്കാനേ പിന്നെ നിർവാഹമുള്ളൂ. ഒരു കണ്ണുപൊട്ടനോട് അയാൾ പോകുന്ന വഴിയിൽ ഒരു വലിയ പൊട്ടക്കിണറുണ്ടെന്നും താങ്കൾ അതിലെ പോയാൽ ആ കിണറിൽ പോയി ചാടും എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് എന്താ ഇതിനെ പേടിപ്പിക്കുകയാണോ എന്ന് കണ്ണുപൊട്ടൻ ചോദിച്ചാൽ എന്താണ് അയാളുടെ ഈ സമീപനത്തെ സംബന്ധിച്ച് നമ്മൾ പറയാം. ഇതാണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ ജബ്ബാറിനെ പോലുള്ള ആളുകൾ പൊട്ടന്മാരാണ്. ഈ പൊട്ടന്മാർ പറയാണ് നമ്മളെ പേടിപ്പിക്കുകയാണ്. ഇവിടെ പേടിപ്പിക്കേണ്ടതുള്ളത് ശരിയാണ്. മുന്നറിയിപ്പ് നൽകുമ്പോൾ അതിൽ പേടിപ്പിക്കലുണ്ട്, ആശങ്കപ്പെടുത്തലുണ്ട്, വരാൻ പോകുന്ന ഭവിഷ്യത്തിനെ സംബന്ധിച്ചുള്ള സൂചനയുണ്ട്, ഒക്കെ ഉണ്ട്. അത് അള്ളാഹു നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. അപ്പോൾ കുട്ടികളോട് നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരെ പേടിപ്പിച്ച് നിർത്തുന്നത് എന്തിനാ? അവർ അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയാണ്. ഇവിടെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എത്ര തന്നെ വളർന്നാലും മനുഷ്യൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. ആ സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭാവി ജീവിതം, വിശേഷിച്ചും മരണാനന്തര ജീവിതം എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും അപകടം പിടിച്ച ഒന്നാണ്. അതുകൊണ്ട് അവനത് സൂക്ഷിക്കണം, പേടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതിൽ ആ അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടി അവൻ ശ്രദ്ധിക്കണം തന്നെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതിൽ അതിശയോക്തിപരമായിട്ടുള്ള ഒന്നുമില്ല. മനുഷ്യൻ്റെ നന്മ ഉദ്ദേശിച്ചുകൊണ്ടാണ് അവനെ പേടിപ്പിച്ച് നിർത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് സൗസലീഹി സഖർ, അവനെ നമ്മൾ നരകത്തിലിട്ട് കരിക്കും. എന്നിട്ട് ഖുർആൻ ചോദിക്കുന്നത് വമാ ദറാക മാ സഖർ, ഈ സഖർ എന്താണെന്ന് നിനക്കറിയാമോന്നാ. സഖർ എന്താണ്? അതിൻ്റെ സവിശേഷതയാണ് പിന്നീട് തുടർന്ന് പറയുന്ന 31-ാമത്തെ ആയത്ത് അടക്കമുള്ള ഭാഗങ്ങളിൽ പറയുന്നത്. അതിലൊന്നാമത്തത് പറയുന്നത് ലാ തുബക്കി വലാ തദർ, അത് ശേഷിപ്പിക്കുകയില്ല വിട്ടേക്കുകയുമില്ല എന്നാ. ലാ തുബക്കി അത് ശേഷിപ്പിക്കൂല, വലാ തദർ അത് വിട്ടേക്കുകയുമില്ല. ഇത് മറ്റൊരു രീതിയിൽ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സുമ്മ ലാ യമൂതു ഫീഹ വലാ യഹ്യ, ആ നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ ആ നരകത്തിൽ ജീവിക്കുന്നുമില്ല മരിക്കുന്നുമില്ല എന്നാ. അവിടെ ജീവിക്കുന്നുമില്ല മരിക്കുന്നുമില്ല എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണ്? മരിക്കുക എന്ന് പറഞ്ഞാൽ എന്നേക്കുമായി നശിച്ചു പോകുക എന്നുള്ളൊരവസ്ഥ അവിടെ ഇല്ല.
എന്നാൽ ആ നരകത്തിൽ ഇവർക്ക് സുഖപ്രദമായിട്ട് ജീവിക്കാൻ കഴിയുമോ? അതും കഴിയില്ല. കാരണം അവിടെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടേ അവർക്ക് കഴിഞ്ഞുകൂടാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നരകത്തിലെത്തിപ്പെടുമ്പോൾ ആ നരകശിക്ഷ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അവർ അവിടെ ലാ തുബക്കി നരകം അവരെ അവശേഷിപ്പിക്കുന്നില്ല. എന്നാൽ സുഖപ്രദമായി ജീവിക്കാവുന്ന വിധത്തിൽ അവരെ ശേഷിപ്പിക്കുന്നില്ല. എന്നാൽ വലാത്തതർ അവരെ ശിക്ഷിക്കാതെ പീഡനങ്ങളേൽപ്പിക്കാതെ വിട്ടുകളയുന്നില്ല. നരകത്തിലെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടേ അവർക്ക് ആ നരകത്തിൽ കഴിഞ്ഞുകൂടാൻ പറ്റുള്ളൂ എന്നുള്ള. അപ്പോൾ ഇതിനെപ്പറ്റിയാണ് ജബ്ബാർ പറഞ്ഞത്, നേരത്തെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവിടെ പേടിപ്പിക്കുകയാണെന്ന് പറയുന്നത്. എന്നിട്ട് ലവ്വാഹത്തുല്ലിൽ ബഷർ, മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ചർമ്മത്തെ കരിച്ചു കളയുന്ന ഒന്നാണ് ഈ നരകം. കാരണം തീയിലുള്ള മനുഷ്യൻ അവൻ്റെ ചർമ്മം ഇങ്ങനെ കരിഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളത് ഈ ഭൗതിക ജീവിതത്തിൽ തന്നെ നമുക്ക് അനുഭവമുള്ളൊരു സംഗതിയാണ്. പക്ഷേ കരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ചർമ്മം അള്ളാഹു പിന്നെയും പിന്നെയും അത് മാറ്റിക്കൊണ്ടിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസായിൽ പറയുന്നുണ്ട്. കുല്ലമ നളിജത്ത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ. അവൻ്റെ ശരീരത്തിലെ ചർമ്മങ്ങൾ അതിങ്ങനെ ഉരുകി വലിക്കുമ്പോൾ പകരം പിന്നെയും പിന്നെയും അതിന് ചർമ്മം നൽകിക്കൊണ്ടിരിക്കും. എന്തിന്? ലിയദൂഖുൽ അദാബ്, ശിക്ഷ അനുഭവിക്കാൻ വേണ്ടിയെന്നാണ്. അപ്പോൾ നരകത്തിൻ്റെ അവസ്ഥ അവിടെ എന്നേക്കുമായി മരിക്കണമില്ല, എന്നാൽ സുഖമായിട്ട് സന്തോഷപൂർവ്വം അവിടെ ജീവിക്കാനും കഴിയാത്തൊരിടമാണ് നരകം. അതിനുവേണ്ടിയാണ് നരകം ഉണ്ടാക്കിയത്. അതിലേക്ക് പോകണമോ അതോ ഈ സുഖ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ലോകം മറുഭാഗത്ത് വേറുണ്ട്, സ്വർഗ്ഗമുണ്ട്. ആ സ്വർഗത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഏതും തിരഞ്ഞെടുക്കാം. ഇത് ജബ്ബാറിനെ സംബന്ധിച്ചും സംഗതാണ്. ജബ്ബാറിന് വേണമെങ്കിൽ ഈ മാർഗത്തിലൂടെ പോയിട്ട് നരകത്തിൽ വിറകാവാം. അതല്ല, അയാൾക്ക് വേണമെങ്കിൽ ഈ പിന്നെ വളിച്ച ഈ സമീപനങ്ങളൊക്കെ മാറ്റിയിട്ട് ഖുർആൻ പറയുന്നത് സത്യമാണെന്ന് അംഗീകരിച്ച് ഖുർആൻ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അയാൾക്കും സ്വർഗം കിട്ടും. എനിക്ക് അങ്ങനത്തെ സ്വർഗമൊന്നും വേണ്ടെന്നാണ് അയാൾ പിന്നെ വാശി പിടിക്കണമെങ്കിൽ അയാൾ സ്വർഗത്തിലേക്ക് ഉന്തിത്തള്ളിയിടാനൊന്നും യഥാർത്ഥത്തിൽ അള്ളാഹ് ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ് അയാൾ മനസ്സിലാക്കേണ്ടത്.